അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 പിസ്സേൻ്റെ ഡൗവാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമായാലും മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 240 ഗ്രാം വാം മിൽക്കും അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് 5 to 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. പിന്നെ ഞാനിതിലേക്ക് മൈദ എടുത്തിട്ടുള്ളത് 320 ഗ്രാമാണ് കേട്ടോ. 3 പിസ്സേൻ്റെ ഡൗ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കണ്ടോ മിൽക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ വാം മിൽക്ക് നമ്മൾ മൈദ എടുത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഒരു 10-20 മിനിറ്റ് നന്നായി കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും മൈദ. എന്നിട്ട് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ. ഗ്രാം ബേസിൽ പറയുകയാണെങ്കിൽ ഒരു 8 ഗ്രാം വരെ. പിന്നെ ഞാനിവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂണ്, വലിയ ജീരകത്തിൻ്റെ പൗഡർ 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 2 ടേബിൾ സ്പൂണ് തൈരും, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ, കട്ടി തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും പിന്നെ ഒരു ലെമൺ ജ്യൂസും. ഒരു ലെമണിൻ്റെ ജ്യൂസ് കുരു ഇല്ലാണ്ട് അതും ഒഴിച്ചു കൊടുക്കുക. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൗഡർ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, അതും 1 ടീസ്പൂൺ കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ 1/2 കിലോന് എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ, കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ചിക്കൻ ഒന്ന് മസാല പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് മസാല ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വീട്ടിൽ ഫ്രൈ ആക്കുമല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമുക്കിനി പിസ്സ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡൗവിനെ 300 ഗ്രാം വെച്ചിട്ടാണ് അങ്ങനെ 3 ഡൗ എടുത്തിട്ടുള്ളത് കേട്ടോ. 300 ഗ്രാം വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് പിസ്സയാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. അതെല്ലാം നമുക്ക് 2 വലിയ പിസ്സ ആണെങ്കിൽ നമുക്ക് 2 എണ്ണത്തിനുണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ സോസിൻ്റെ റെസിപ്പിക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ ഈ പിസ്സേൻ്റെ ഒരു പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ട്, ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പിസ്സ സോസ് ഒന്ന് അപ്ലൈ ചെയ്തു. അതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഓനിയന് ചെറുതായി കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആക്കിയിട്ട് കനല്ലാതെ സ്ലൈസായി കട്ട് ചെയ്തിട്ട് അതും റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ടൊമാറ്റോ, പിന്നെ ഞാൻ ഒലിവാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്ത ഒലിവാണ്, നമുക്കിതൊക്കെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഒറിഗാനോ, പാർസലും റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ കുഞ്ഞു സ്പൂണാണ്, അതിനൊക്കെ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തു. ടീസ്പൂണിലും ചെറുതാണ് ഇട്ടത്. അങ്ങനെ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഒറിഗാനൊക്കെ പിന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒറിഗാനോ, പാർസലും റെഡ് ചില്ലി ഫ്ലേക്സും ഇതൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെഡാറാണെങ്കിലും കുഴപ്പമില്ല, ചെഡാർ ചീസ്. പിന്നെ വീണ്ടും ഞാൻ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ഓവനെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10 മിനിറ്റ്. പിന്നെ അതിലേക്ക് ഞാൻ 17 to 20 മിനിറ്റ് മതി നമുക്ക് ഇത് കുക്കായി വരാൻ. ഞാൻ പറഞ്ഞല്ലോ 3 പിസ്സ ആയിരുന്നു എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. 2ാമത്തെ പിസ്സ ഞാൻ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാനിതിൻ്റെ മുന്നേ ഒരു പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഒന്ന് കൺവെൻഷനിലും ഒന്ന് OTGയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിസ്സ. പിന്നെ നമ്മളിത് ബോക്സൊക്കെ ആക്കിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി നമുക്ക് ചിക്കന് ടിക്ക വേണ്ടെങ്കിൽ നമുക്ക് സാധാരണ കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ നമുക്ക് പിസ്സ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ പിറ്റത്തെ ദിവസം വേറൊരു പിസ്സ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അന്നും 2 എണ്ണം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ പിസ്സയാണിത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.